സക്സസ് പോയിന്റിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ഒരു ക്ലാസ്സിലൂടെ ചെയ്യാൻ പോകുന്നത് കേരള ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട 50 ചോദ്യങ്ങളാണ്. SSCRT ഫാക്ട്സ് ആണ് വരുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ പഠിച്ചിരുന്നു. അപ്പോൾ ആ ക്ലാസ് അറ്റൻഡ് ചെയ്തവർക്ക് ഇതൊരു ക്വിക്ക് റിവിഷൻ ആവും. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ആദ്യത്തെ ചോദ്യം, മൺസൂണിന്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? മൺസൂണിന്റെ കവാടം ഏതാണ്? കേരളമാണ്. മൺസൂണിന്റെ കവാടം എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളം. കേരളത്തിന്റെ വിസ്തീർണം 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. കേരളത്തിന്റെ വിസ്തീർണം എന്ന് പറയുന്നത് 38,863 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇന്ത്യൻ യൂണിയന്റെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് കേരളം? ഇന്ത്യൻ യൂണിയന്റെ ആകെ വിസ്തൃതിയുടെ എത്ര ശതമാനമാണ് കേരളം? 1.18%. 1.18%. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഇടുക്കി ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ജില്ല ഏതാണ്? ഇടുക്കി. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ഏതാണ്? ആലപ്പുഴയാണ്. കേരളത്തിലെ ഏറ്റവും ചെറിയ ജില്ല ആലപ്പുഴ. കേരളത്തിന്റെ തെക്കു കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? തമിഴ്നാടാണ്. കേരളത്തിന്റെ തെക്കു കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം തമിഴ്നാട്. കേരളത്തിന്റെ വടക്കു കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏതാണ്? കർണാടകയാണ്. കേരളത്തിന്റെ വടക്കു കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് കർണാടക, തെക്കു കിഴക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നത് തമിഴ്നാട്. തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല വയനാട് ജില്ലയാണ്. തമിഴ്നാട്, കർണാടക എന്നീ സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടുന്ന കേരളത്തിലെ ഏക ജില്ല ഏത് എന്ന് ചോദിച്ചാൽ വയനാടാണ്. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ എത്രയായിട്ട് തരംതിരിച്ചിരിക്കുന്നു? ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ 3 ആയിട്ടാണ് തരംതിരിച്ചിരിക്കുന്നത്. അവ ഏതൊക്കെയാണ്? മലനാട്, ഇടനാട്, തീരപ്രദേശം. ഭൂപ്രകൃതി അനുസരിച്ച് കേരളത്തെ 3 ആയിട്ട് തരംതിരിച്ചിരിക്കുന്നു: മലനാട്, ഇടനാട്, തീരപ്രദേശം. കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം. കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകളുടെ എണ്ണം എത്രയാണ്? 9 ആണ്. കേരളത്തിൽ കടൽ തീരമുള്ള ജില്ലകൾ 9. കേരളത്തിൽ കടൽ തീരം ഇല്ലാത്ത ജില്ലകൾ എത്രയാണ്? 5 ആണ്. അവ ഏതൊക്കെയാണ്? ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, പാലക്കാട്, വയനാട്. കേരളത്തിൽ കടൽ തീരമില്ലാത്ത ജില്ലകളുടെ എണ്ണം 5. അവ ഇടുക്കി, പത്തനംതിട്ട, കോട്ടയം, പാലക്കാട്, വയനാട്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അറിയപ്പെടുന്നത്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ അറിയപ്പെടുന്നത് കാലവർഷം അല്ലെങ്കിൽ ഇടവപ്പാതി എന്നൊക്കെ അറിയപ്പെടുന്നത് തെക്കു പടിഞ്ഞാറൻ മൺസൂൺ ആണ്. തെക്കു പടിഞ്ഞാറൻ മൺസൂൺ കാലത്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത്. വടക്കു കിഴക്കൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? തുലാവർഷം. വടക്കു കിഴക്കൻ മൺസൂൺ കേരളത്തിൽ അറിയപ്പെടുന്നത് തുലാവർഷം. കേരളത്തിന്റെ കടൽ തീരത്തിന്റെ ദൈർഘ്യം എത്രയാണ്? കേരളത്തിന്റെ കടൽ തീരത്തിന്റെ ദൈർഘ്യം എന്ന് പറയുന്നത് 580 കിലോമീറ്റർ ആണ്. കേരളത്തിന്റെ കടൽ തീരത്തിന്റെ ദൈർഘ്യം 580 കിലോമീറ്റർ. കേരളത്തിന്റെ തെക്ക് വടക്ക് ദൂരം എത്രയാണ്? തെക്ക് വടക്ക് ദൂരം 560 കിലോമീറ്റർ ആണ്. കേരളത്തിന്റെ തെക്ക് വടക്കു ദൂരം 560 കിലോമീറ്റർ. കേരളത്തിന്റെ പടിഞ്ഞാറു ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കടൽ അറബിക്കടലാണ്. കേരളത്തിന്റെ പടിഞ്ഞാറു ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത് ഏത് കടലാണ്? അറബിക്കടലാണ് കേരളത്തിന്റെ പടിഞ്ഞാറു ഭാഗത്തായിട്ട് സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം പാലക്കാട് ചുരം. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും വലിയ ചുരം ഏതാണ്? പാലക്കാട് ചുരമാണ്. സമുദ്രാതിർത്തി ഇല്ലാത്തതും മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടാത്തതുമായ കേരളത്തിലെ ജില്ല കോട്ടയം ജില്ലയാണ്. സമുദ്രാതിർത്തി ഇല്ലാത്തതും മറ്റ് സംസ്ഥാനങ്ങളുമായിട്ട് അതിർത്തി പങ്കിടാത്തതുമായ കേരളത്തിലെ ജില്ല കോട്ടയം. കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുടെ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗം മാഹിയാണ്. കേന്ദ്രഭരണ പ്രദേശമായ പുതുച്ചേരിയുടെ കേരളത്തിൽ സ്ഥിതി ചെയ്യുന്ന ഭാഗം മാഹി. ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി ജോൺ ജോസഫ് മർഫിയാണ്. ജോൺ ജോസഫ് മർഫിയാണ് ഇന്ത്യയിലെ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്ന വ്യക്തി. ജോൺ ജോസഫ് മർഫി. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഭാരതപ്പുഴയാണ്. പാലക്കാട് ചുരത്തിലൂടെ ഒഴുകുന്ന നദി ഏതാണ്? ഭാരതപ്പുഴയാണ്. പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയപാത ഏതാണ്? NS 544.
NH544 ആണ് പാലക്കാട് ചുരത്തിലൂടെ കടന്നു പോകുന്ന ദേശീയ പാത. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം മലനാടാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം ഏതാണ്? മലനാട്. കേരളത്തിൽ ഏറ്റവും കൂടുതലായിട്ട് കാണപ്പെടുന്ന ഭൂപ്രകൃതി വിഭാഗം മലനാട്. കേരളത്തിൽ തീരപ്രദേശത്തിനും മലനാടിനും ഇടയിലുള്ള പ്രദേശമാണ് ഇടനാട്. കേരളത്തിലെ ആകെ ഭൂവിസ്തൃതിയുടെ എത്ര ശതമാനമാണ് ഇടനാട്? ഇടനാട് വരുന്നത് 42%. കേരളത്തിന്റെ ആകെ ഭൂവിസ്തൃതിയുടെ 42% ഇടനാട് വരുന്നത്. കേരളത്തിലെ ഇടനാടിന്റെ ശരാശരി ഉയരം എന്ന് പറയുന്നത് 7.5 മുതൽ 75 മീറ്റർ വരെയാണ്. ഇടനാടിന്റെ ഉയരം 7.5 മുതൽ 75 മീറ്റർ വരെയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏതാണ്? വയനാട് പീഠഭൂമിയാണ്. കേരളത്തിലെ ഏറ്റവും വലിയ പീഠഭൂമി വയനാട് പീഠഭൂമി. സമുദ്രനിരപ്പിൽ നിന്നും 7.5 മീറ്റർ വരെ ഉയരമുള്ള പ്രദേശം ഏതാണ്? തീരപ്രദേശം. 7.5 മീറ്റർ വരെ അല്ലെങ്കിൽ 7.5 മീറ്ററിന് താഴെ ഉയരമുള്ള പ്രദേശങ്ങളാണ് തീരപ്രദേശങ്ങൾ. കേരളത്തിൽ എത്ര ശതമാനമാണ് തീരപ്രദേശമുള്ളത്? 10%. കേരളത്തിൽ 10% തീരപ്രദേശം ഉള്ളത്. തീരപ്രദേശത്തെ പ്രധാന കാർഷിക വിളകൾ ഏതൊക്കെയാണ്? നെല്ല്, തെങ്ങ് എന്നിവയാണ് തീരപ്രദേശത്തെ പ്രധാന കാർഷിക വിളകൾ. നെല്ല്, തെങ്ങ് എന്നിവ. നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണ് എക്കൽ മണ്ണാണ്. നെൽകൃഷിക്ക് അനുയോജ്യമായത് എക്കൽ മണ്ണാണ്. നെൽകൃഷിക്ക് അനുയോജ്യമായ മണ്ണ് ഏതാണ്? എക്കൽ മണ്ണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശം എറണാകുളം ജില്ലയിലെ നേര്യമംഗലമാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്നത് എറണാകുളം ജില്ലയിലെ നേര്യമംഗലം. കുട്ടനാട്ടിലെ നെൽകൃഷിയിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയാനായി വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന ബണ്ട് ഏതാണ്? തണ്ണീർമുക്കം ബണ്ടാണ്. കുട്ടനാട്ടിലെ നെൽകൃഷിയിൽ ഉപ്പുവെള്ളം കയറുന്നത് തടയാനായിട്ട് വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന ബണ്ടാണ് തണ്ണീർമുക്കം ബണ്ട്. കേരളത്തിൽ കാണപ്പെടുന്ന അമ്ലത്വം കൂടുതലുള്ള മണ്ണിനം ഏതാണ്? കേരളത്തിൽ കാണപ്പെടുന്ന അമ്ലത്വം കൂടുതലുള്ള മണ്ണിനം തീരദേശ എക്കൽ മണ്ണാണ്. തീരദേശ എക്കൽ മണ്ണ്. കേരളത്തിൽ കാണപ്പെടുന്ന അമ്ലത്വം കൂടുതലുള്ള മണ്ണിനമാണ് തീരദേശ എക്കൽ മണ്ണ്. ഇന്ത്യയിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴ്ന്ന പ്രദേശം കുട്ടനാടാണ്. ഇന്ത്യയിൽ സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും താഴ്ന്ന പ്രദേശം കുട്ടനാട്. കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനായി വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന സ്പിൽവേ ഏതാണ്? തോട്ടപ്പള്ളി സ്പിൽവേ ആണ്. തോട്ടപ്പള്ളി സ്പിൽവേ. കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനായി വേമ്പനാട്ടു കായലിൽ നിർമ്മിച്ചിരിക്കുന്ന സ്പിൽവേ ഏതാണ്? തോട്ടപ്പള്ളി സ്പിൽവേ ആണ്. തോട്ടപ്പള്ളി സ്പിൽവേയിലൂടെ കടന്നു പോകുന്ന ദേശീയ പാത ഏതാണ്? NH66 ആണ്. NH66 ആണ് തോട്ടപ്പള്ളി സ്പിൽവേയിലൂടെ കടന്നു പോകുന്ന ദേശീയപാത. NH66. ആനമുടിയുടെ ഉയരം എത്രയാണ്? 2695 മീറ്റർ അല്ലെങ്കിൽ 8842 അടിയാണ് ആനമുടിയുടെ ഉയരം. ആനമുടിയുടെ ഉയരം 2695 മീറ്റർ അല്ലെങ്കിൽ 8842 അടി. ആനമുടി സ്ഥിതി ചെയ്യുന്ന പഞ്ചായത്ത് മൂന്നാർ പഞ്ചായത്തിലെ ദേവികുളം താലൂക്കിലാണ് ആനമുടി സ്ഥിതി ചെയ്യുന്നത്. മൂന്നാർ പഞ്ചായത്തിലെ ദേവികുളം താലൂക്ക്. സമുദ്രനിരപ്പിൽ നിന്ന് 75 മീറ്ററിൽ കൂടുതൽ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശം മലനാട്. മലനാട് എന്ന് പറയുമ്പോൾ 75 മീറ്ററിൽ കൂടുതൽ ഉയരമുള്ള പ്രദേശമാണ് മലനാട്. കേരളത്തിന്റെ ഏതു ഭാഗത്താണ് മലനാട് സ്ഥിതി ചെയ്യുന്നത്? കിഴക്കു ഭാഗത്താണ്. കേരളത്തിന്റെ കിഴക്കു ഭാഗത്തായിട്ടാണ് മലനാട് സ്ഥിതി ചെയ്യുന്നത്. പശ്ചിമഘട്ട നിരകളിൽ ഏറ്റവും ഉയരമുള്ള കൊടുമുടി ഏതാണ്? ആനമുടിയാണ്. ഇടുക്കി ജില്ലയിലെ ആനമുടിയാണ് പശ്ചിമഘട്ട മലനിരകളിൽ ഏറ്റവും ഉയരമുള്ള കൊടുമുടി. പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായി വരുന്ന കേരളത്തിന്റെ ഭൂവിഭാഗമാണ് മലനാട്. പശ്ചിമഘട്ടത്തിന്റെ ഭാഗമായിട്ട് വരുന്ന കേരളത്തിലെ ഭൂവിഭാഗമാണ് മലനാട്. കേരളത്തിലെ മലനാടിന്റെ ശരാശരി ഉയരം 900 മീറ്റർ ആണ്. 900 മീറ്റർ ആണ് കേരളത്തിലെ മലനാടിന്റെ ശരാശരി ഉയരം.
മലനാട്ടിൽ കൃഷി ചെയ്യുന്ന പ്രധാന കാർഷിക വിളകൾ തേയില, കാപ്പി, ഏലം എന്നിവയൊക്കെയാണ്. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ആനമുടി. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് എന്ന് ചോദിച്ചാൽ ആനമുടിയാണ്. ഹിമാലയത്തിന് തെക്ക് ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് എന്ന് ചോദിച്ചാലും ആനമുടിയാണ്. ഹിമാലയത്തിന് തെക്ക് ഏറ്റവും ഉയരമുള്ള കൊടുമുടി ആനമുടി. ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലമാണ്. കൊല്ലം ജില്ലയിലാണ് ശാസ്താംകോട്ട തടാകം സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദി ഏതാണ്? പെരിയാറാണ്. പെരിയാർ. കൊടുങ്ങര പള്ളമ്പുഴയുടെ ഉത്ഭവസ്ഥാനം. കൊടുങ്ങര പള്ളമ്പുഴയുടെ ഉത്ഭവസ്ഥാനം തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾമുടിയാണ്. പെരുമാൾമുടി. തമിഴ്നാട് അതിർത്തിയിലെ പെരുമാൾമുടി. കൂടുതൽ പ്രധാനപ്പെട്ട ചോദ്യങ്ങളുമായി അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.